ഹലോ, എൻ്റെ പേര് അതുല്യ. എൻ്റെ സ്ഥലം വരുന്നത് എറണാകുളമാണ്. ഞാനിപ്പോൾ വന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 9 months കഴിഞ്ഞു. ഞാനപ്പോൾ ആ സമയത്ത് ഡെലിവറി കെയറോ ട്രീറ്റ്മെൻറ്റോ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് ബാക്ക് പെയിനും നെക്ക് പെയിനും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടെത്തിയതാണ് കൊയിലാണ്ടിയിലുള്ള സഹ്യ ആയുർവേദ. അപ്പോൾ ഞാൻ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ഞാൻ സജന ഡോക്ടറായിട്ട് കോൺടാക്ട് ചെയ്തു. അങ്ങനെ സജന ഡോക്ടർ എന്നോട് എൻ്റെ ബുദ്ധിമുട്ടൊക്കെ ചോദിച്ചു. ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഡോക്ടർ എന്നോട് പറഞ്ഞു അവർക്ക് 3 പാക്കേജ് ആയിട്ടാണ് ഉള്ളത്. ഒന്ന് 14 ദിവസത്തെ, പിന്നെ 28 ദിവസത്തെ, 21 ദിവസത്തെ, അങ്ങനെ 3ആയിട്ട്. പിന്നെ അവർക്ക് 3 സർവീസ് ഉണ്ട്. ഒന്ന് IP സർവീസ്, പിന്നെ ഹോം സർവീസ്, സ്റ്റേ ബാക്ക് സർവീസ്. അപ്പോൾ എനിക്ക് കോഴിക്കോട് വരെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സ്റ്റേ ബാക്ക് സർവീസ് ആണ് ചൂസ് ചെയ്തത്. അപ്പം എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് വന്നത് അഞ്ജന ചേച്ചിയായിരുന്നു. അപ്പം ഞാൻ അഞ്ജന ചേച്ചിയോട് ആദ്യമേ തന്നെ ഞാൻ ഒരുപാട് താങ്ക്സ്. അതുപോലെ ചേച്ചിക്ക് നന്നായിട്ട് മസാജ് ചെയ്തൊക്കെ തന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് സ്ട്രെസ് റിലീഫ് ഉണ്ടായിരുന്നു. എല്ലാ പ്രൊഡക്റ്റും ഇവർ തന്നെയായിട്ട് ഉണ്ടാക്കുന്നത് അവിടെ തന്നെ. എല്ലാം അവർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ നല്ല കുറവുണ്ടാവും. അതെനിക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് മുടി പോവായിരുന്നു. വീട്ടിലൊക്കെ എവിടെ നോക്കിയാലും എൻ്റെ മുടി തന്നെയായിരുന്നു. അത് നല്ല കുറവുണ്ടാവും. ഞാൻ ചേച്ചിനോട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നല്ല വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു ട്രീറ്റ്മെന്റിൽ ആദ്യം വരുന്നത് ഹെഡ് മസാജ് ആണ്. ഹെഡ് മസാജ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഹെയർ പാക്ക്, പിന്നെ എന്തൊക്കെയായിരുന്നു, പിന്നെ സെക്കൻഡ് വൺ വരുന്നത് ഫേസ് മസാജ്. അത് കഴിഞ്ഞിട്ട് ഫേസ് മസാജ് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസിലെ ഓയിൽ നമ്മൾ ഫേസ് ടിഷ്യൂ ഇത് വെച്ചിട്ട് വൈപ്പ് ചെയ്ത് വെക്കും. അതിനുശേഷം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യും. ആൾക്ക് 2 വിധത്തിലുള്ള പാക്കാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ആളാദ്യം പറഞ്ഞ മാതിരി തന്നെ ഫേസ് കുറച്ച് ഡള്ളായതുകൊണ്ട് അവർക്ക് ഒരുപാട് ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് നമ്മൾ 2 വിധത്തിലുള്ള പാക്കാണ് ആൾക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് ഫുൾ ബോഡി മസാജ് ആണ് കേട്ടോ. ഫുൾ ബോഡി മസാജിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് സ്പൈൻ മസാജ് ഉണ്ട്, നമ്മുടെ ഫുഡ് മസാജ് ഉണ്ട്, പിന്നെ ഹാൻഡ് മസാജ്. പിന്നെ സ്പൈൻ മസാജ് എന്ന് പറയുമ്പോൾ നമ്മൾ നെക്കും കൂടെയും കവർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നെക്ക് പെയിൻ ഒക്കെ നല്ലൊരു റിലീഫാണ് കേട്ടോ. ഫുൾ ബോഡി മസാജ് കഴിഞ്ഞതിന് ശേഷം പിന്നെ മഞ്ഞളിന്റെ പാക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ എനിക്ക് 40 days ആയിരുന്നല്ലോ. അതിൻ്റെ അകത്ത് 7 ദിവസം മഞ്ഞളിന്റെ പാക്കും പിന്നെ 7 ദിവസം ഞങ്ങളുടെ പാക്കും ആയിരുന്നു കേട്ടോ. അതിനുശേഷമാണ് നമുക്ക് വേദവെള്ളത്തിൽ കുളി. അപ്പൊ നമ്മൾ പണ്ട് തൊട്ടേ തന്നെ വേദകുളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയായിരിക്കും. അതുകൊണ്ട് ഞാൻ പ്രസവം കഴിഞ്ഞ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വേദകുളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിളച്ച വെള്ളം നമ്മൾ മേത്തൊഴിക്കുന്നതാണ് കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. നമുക്ക് എത്ര ചൂട് നമ്മുടെ ശരീരത്തിന് പറ്റുന്ന ചൂടിനനുസരിച്ചിട്ടൊക്കെ ആയിരുന്നു കുളി. അതുകൊണ്ട് തന്നെ എന്താ പറയാ, നമുക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കുളി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഒരു രാസ്നാദിപ്പൊടി നെറുകയിൽ ഇട്ട് വന്നിട്ട് പിന്നെന്തായിരുന്നു, പിന്നെ നമ്മള് ധൂമപാനം. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റേ നീരുവീഴ്ച പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കഫക്കെട്ട് കാര്യങ്ങള് തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ലൊരു ഇതാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഉണ്ടാക്കിയ കൺമഷി, അതുപോലെ ലിപ് ബാം, അത് 2 നമുക്ക് ഇട്ടാ. പിന്നെ നമുക്ക് കേശധൂപനം നമ്മുടെ ഹെയർ നല്ലതാണ്. ഹെയർ ഒന്ന് ഡ്രൈ ആവാനും ഡെഡ് സെൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു നല്ലൊരു. പിന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയറുകെട്ടലാണ്. അത് ഡെലിവറി കഴിഞ്ഞ സമയത്ത് വയറുള്ളവർക്ക് വയറൊക്കെ കുറയാൻ വേണ്ടിയിട്ട്. അതിലിപ്പോ എനിക്കിപ്പോ ഡെലിവറി കഴിഞ്ഞിട്ട് ഇത്ര ആയ കാരണം പിന്നെ എനിക്ക് വയറില്ലാത്ത കാരണം ഞാൻ ചോദിച്ചായിരുന്നു ചേച്ചിനോട് വയറ് കെട്ടണമെന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ കെട്ടണം എന്ന് പറഞ്ഞില്ല. കെട്ടണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മള് നോർമലി വയറ് കെട്ടുന്നത് ഡെലിവറിന്റെ ടൈമിൽ ചില ആൾക്കാർക്ക് വയറ് ചിലപ്പോൾ നല്ല വയറുണ്ടാവും. അപ്പൊ അത് നമ്മൾ കെട്ടി ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഇതാക്കിയില്ലെങ്കിൽ അത് പിന്നത്തേക്ക് അവർക്ക് വയറിങ്ങനെ ചാടിയിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വയറ് കെട്ടണം എന്ന് തന്നെ കമ്പൽസറി ആയിട്ട് പറയുന്നത്. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വയറ് കെട്ടി നമുക്ക് ബാക്ക് ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു വയറ് കെട്ടണം. കാരണം വയറ് കെട്ടാണ്ടിരുന്നാലും നമുക്ക് ബാക്ക് സപ്പോർട്ട് കിട്ടില്ല. ബാക്ക് സപ്പോർട്ട് കിട്ടാണ്ടിരുന്നാൽ പിന്നെയും ഒരു ബാക്ക് പെയിനുള്ള ചാൻസ് കൂടുതലായിരിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത്, നല്ലൊരു അടിപൊളി ഫേഷ്യൽ ചെയ്തു കേട്ടോ ഞവരയുടെ കുഞ്ഞിക്ക് ഇടിയൊക്കെ കിട്ടിയിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്തത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഫേസ് നല്ല ഗ്ലോ ആയിട്ട് സ്ക്രബ്ബർ ഉണ്ടായിരുന്നു. ചെറിയ രീതിയിൽ സ്ക്രബിങ് രീതിയിൽ അത് ഫേസ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് നല്ല രസം ഉണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നീട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ട്രീറ്റ്മെന്റ് കാര്യം പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു. ഇപ്പൊ എനിക്ക് നല്ലൊരു സ്ട്രെസ് റിലീഫ് ഉണ്ട്, അതാണ് എടുത്തു പറയേണ്ടത്. പിന്നെ ഇപ്പൊ ഇത്ര ദിവസം 14 ദിവസം ചേച്ചി കൂടെ ഉണ്ടായിരുന്നു. പോകുമ്പോ രക്ഷമുണ്ട്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ.
ഡോക്ടർ പിന്നെ സഹ്യാട്ടിയും എല്ലാവരോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ചേച്ചിനോടാണ്. താങ്ക് യു ചേച്ചി. അപ്പൊ ഞാൻ നേരത്തെ ഒരു സർവീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റേ ബാക്ക് ഉണ്ട്, പിന്നെ ഹോം സർവീസ് ഉണ്ട്, അതുപോലെ അവിടെ നിന്നിട്ടുള്ളതുണ്ട് അല്ലേ, IP സർവീസ്. IP സർവീസും ഉണ്ട്. അപ്പോൾ കോഴിക്കോടുള്ളവർക്കൊക്കെ ആണെങ്കിൽ വീട്ടിൽ വന്നിട്ട് ചെയ്തു തരും. നമ്മൾ വീട്ടിൽ പോയിട്ട് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ദൂരെയാണെന്നുണ്ടെങ്കിൽ സ്റ്റേ ബാക്ക് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ അവിടെ അഡ്മിറ്റ് ആണെന്നുണ്ടെങ്കിൽ അക്കോമഡേഷനും ഫുഡും ഒക്കെ എല്ലാവരും തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരുടെ ഇതില് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവരായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ താങ്ക് യു.